അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് തന്തൂരി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായി 1 മണിക്കൂർ നേരം ചിക്കനിൽ മസാല പുരട്ടി വെക്കാനുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് തൈര്, വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം ചതച്ചത് 1/4 ടീസ്പൂൺ, തന്തൂരി മസാല 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, റെഡ് കളർ 2-3 തുള്ളി, നാരങ്ങ നീര് 1 ടീസ്പൂൺ. നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് 1 മണിക്കൂർ നേരം മസാല പിടിക്കാനായി മാറ്റി വെക്കണം. ഒരു മണിക്കൂറിന് ശേഷം ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. രണ്ട് മിനിറ്റിന് ശേഷം ചിക്കൻ മറിച്ചിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിക്കണം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കണം. 3 കപ്പ് ബസുമതി റൈസ് നന്നായി വേവിച്ചെടുക്കുക. കാരണം ദമ്മിലിരുന്നത് പിന്നെ വേവാൻ സാധ്യതയില്ല. ചിക്കനിലേക്ക് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരരപ്പ് കൂടെ തയ്യാറാക്കണം. അതിനായി ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് 1 സവാള കനം കുറഞ്ഞരിഞ്ഞത് വറുത്തെടുക്കണം. പതിനഞ്ച് മിനിറ്റിന് ശേഷം ചിക്കൻ ആയിട്ടില്ല എങ്കിൽ മറ്റേ വശം ഒന്നുകൂടി മറിച്ചിട്ട് ഒന്നുകൂടെ വേവിക്കാം. ഈ സമയം ചിക്കൻ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കാം. നേരത്തെ സവാള ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്ത് അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 3 സവാള കനം കുറഞ്ഞരിഞ്ഞതിട്ട് വഴറ്റി കൊടുക്കാം. സവാള വഴന്നു വന്നാൽ ഇതിലേക്ക് 2 തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക, കുറഞ്ഞ തീയിൽ. തക്കാളി വഴന്നു വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്കായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ അരപ്പിനായി നമ്മൾ സവാള വറുത്ത് വെച്ചിരുന്നു. അത് ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/4 കപ്പ് തൈരും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇതിലേക്കായി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ തന്തൂരി മസാല,
1/2 ടീസ്പൂൺ ബിരിയാണി മസാല, പാകത്തിന് ഉപ്പും നന്നായി ഇളക്കി യോജിപ്പിക്കുക. തന്തൂരി ബിരിയാണിക്ക് നല്ല നിറം കിട്ടണമെങ്കിൽ ശകലം കളറും കൂടെ ചേർക്കണം. പക്ഷെ ഞാനിവിടെ കളർ ഇനി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവാം. വറുത്ത് വെച്ച സവാളയും തൈരും ചേർത്ത് ഒരു അരപ്പ് തയ്യാറാക്കിയിരുന്നു. ആ അരപ്പ് ഇതിലേക്കായി ഒഴിച്ചു കൊടുക്കുക. മിക്സിയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് ചുഴറ്റിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ശകലം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊരിച്ചു വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കണം. ശേഷം നന്നായി യോജിപ്പിക്കുക. മസാലയും ചിക്കനുമായി നന്നായി യോജിപ്പിക്കണം. എന്നിട്ട് 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ തിളക്കണം. തന്തൂരി ചിക്കൻ്റെ ഫ്ലേവറിന് വേണ്ടി ഇതിലേക്കായി ഒന്ന് പുകച്ചു കൊടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു തീക്കണ കഷ്ണമിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊഴിച്ച് മൂടി വെച്ച് വളരെ ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ശേഷം തീ ഓഫാക്കുക. 1 മിനിറ്റിന് ശേഷം അതെടുത്ത് മാറ്റണം. ഇനി നമുക്ക് ഇതിനെ ദം ചെയ്യാം. അതിനായി ഒരു പാത്രത്തിലേക്ക് ചിക്കൻ പൊരിച്ചതിൽ നിന്ന് ശകലം എണ്ണ ഒഴിച്ച് അതെല്ലായിടത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ചിക്കൻ ബിരിയാണി ദം ചെയ്ത പോലെ ആദ്യം കുറച്ച് റൈസ് ഇട്ട് അതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാല ഇട്ട് അതിന് മുകളിലായി വീണ്ടും റൈസ് ഇട്ട് അതിന് മുകളിലായി കുറച്ച് മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞത് വളരെ ശകലം ഇട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ച് വെക്കുക. അതിന് മുകളിലായി കുറച്ച് സവാള വറുത്തതിന് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ചെറിയ തക്കാളി വെക്കുന്നുണ്ട്. അത് പിന്നെ ആവശ്യമുള്ളതല്ല, ഞാനൊരു അലങ്കാരത്തിന് വേണ്ടി വെച്ചതാണ്. നമ്മുടെ നാട്ടിൽ ആ തക്കാളി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത് വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ടൊമാറ്റോ കാൻഡി എന്ന് പറഞ്ഞ തക്കാളിയാണ്. അത് അതിൻ്റെ സീഡ് കിട്ടിയത് തൊട്ട് നമ്മുടെ വീട്ടിൽ വെച്ചപ്പോൾ ഉണ്ടായതാണ്. അത് ഞാൻ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ശേഷം 15 മിനിറ്റ് മൂടി വെച്ച് സംഗതി ചെയ്യണം. പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.